ഭൂമികളുടെയും സൗരസ്ഥിര ഉപഗ്രഹങ്ങളുടെയും ഒരു മോഡലാണിത്. ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ ഭൂമിയുടെ ഭ്രമണത്തിനൊപ്പം സഞ്ചരിക്കുന്നവയാണ്. സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ ധ്രുവങ്ങൾക്ക് മുകളിലൂടെ ഭൂമിയെ വലമിക്കുന്നവയാണ്. ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ ഭൂമിയിൽ നിന്ന് 36,000 കിലോമീറ്റർ ഉയരത്തിലാണ്. സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ ഭൂമിയിൽ നിന്ന് 900 കിലോമീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. എല്ലായ്പ്പോഴും ഭൂമിയിലെ ഒരേ പ്രദേശത്തെ അഭിമുഖീകരിച്ച് നിലകൊള്ളുന്നു. അതിന് കാരണം ഭൂമിയുടെ ഭ്രമണ വേഗത്തിന് തുല്യമായ വേഗതയിൽ സഞ്ചരിക്കുന്നതിനാലാണ്. സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ ഒരു പ്രദേശത്തിന്റെ ആവർത്തിച്ചുള്ള വിവരശേഖരണത്തിന് സാധിക്കുന്നവയാണ്. ഒരു പ്രദേശത്തിന്റെ സ്ഥിരമായ വിവരശേഖരണത്തിന് ഈ ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ സഹായകമാകുന്നു. ഇന്ത്യയുടെ ഇൻസാറ്റ് ഉപഗ്രഹങ്ങൾ ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. IRS, ലാൻഡ്സാറ്റ് തുടങ്ങിയവ സൗരസ്ഥിര ഉപഗ്രഹങ്ങൾക്കും ഉദാഹരണമാണ്. ഈ ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ ഭൂമിയുടെ 1/3 ഭാഗവും ഇതിന് നിരീക്ഷണ പരിധിയിൽ വരുന്നു. എന്നാൽ സൗരസ്ഥിര ഉപഗ്രഹങ്ങൾക്ക് ഭൂസ്ഥിര ഉപഗ്രഹങ്ങളെക്കാൾ കുറഞ്ഞ നിരീക്ഷണ പരിധിയാണുള്ളത്. ഈ ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ മൂന്നെണ്ണം ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഭൂമിയുടെ മൊത്തം ആശയവിനിമയത്തിന് സാധിക്കുന്നു. ഇൻസാറ്റ്, ലാൻഡ്സാറ്റ് തുടങ്ങിയ ഉപഗ്രഹങ്ങൾ സൗരസ്ഥിര ഉപഗ്രഹങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. അതുപോലെ എപ്പോഴും ഭൂമിയുടെ ഒരേ പ്രദേശത്തെ അഭിമുഖീകരിച്ചാണ് നിലകൊള്ളുന്നത്. ഇപ്പോൾ നമുക്കൊരു ക്രിക്കറ്റ് മാച്ചോ അതുപോലുള്ള എന്തെങ്കിലും ഷൂട്ട് ചെയ്യണമെങ്കിൽ തന്നെ ഈ ഭൂസ്ഥിര ഉപഗ്രഹങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഒരു ചെടിയുടെ വളർച്ചയോ പ്രകൃതി വിഭവങ്ങളോ ഭൂവിനിയോഗമോ ഭൂഗർഭജലമോ മുതലായവയെ കുറിച്ചുള്ള വിവരശേഖരണത്തിന് സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ